എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1 ഒക്ടോബർ ചൊവ്വാഴ്ച. ലെബനോനിൽ കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്ത ഇതിനിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിങ്കളാഴ്ച ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോടുകൂടി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. തിങ്കളാഴ്ച നിഫ്റ്റി 368 പോയിൻറ്റ് ഡൗൺ ആയിരുന്നു. 25,811 ക്ലോസ് ചെയ്തത്. അതേസമയം ബാങ്ക് നിഫ്റ്റി 865 പോയിൻറ്റ് ഡൗൺ ആയിരുന്നു. 52,978 ക്ലോസ് ചെയ്തത്. നമുക്ക് ഇന്നലെ നടന്ന സെബി ബോർഡ് മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഫാസ്റ്റർ സ്റ്റോക്ക് സെറ്റിൽമെൻറ്റ്. സെബി T+0 സെറ്റിൽമെൻറ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന 25 സ്റ്റോക്കുകളിൽ നിന്നും 500 സ്റ്റോക്കുകളിൽ നമുക്ക് T+0 സെറ്റിൽമെൻറ്റ് കിട്ടുന്നതായിരിക്കും. അടുത്തതായി അഡ്വൈസറി റെഗുലേഷൻസ്. റിസർച്ച് അനലിസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ റെഗുലേഷൻ ഒരല്പം എളുപ്പമാക്കിയിരിക്കുകയാണ്. മിനിമം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ്സും ഒരല്പം എളുപ്പമാക്കിയിരിക്കുന്നു. ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നതാണ് ഇപ്പോഴത്തെ ക്രൈറ്റീരിയ. നെറ്റ്വർത്ത് ക്രൈറ്റീരിയയും ഡെപ്പോസിറ്റ് റിക്വയർമെൻറ്റും ഒരല്പം താഴ്ത്തിയിട്ടുണ്ട്. അടുത്തതായി ഫാസ്റ്റർ റൈറ്റ് ഇഷ്യൂസ്. റൈറ്റ് ഇഷ്യൂനുള്ള പ്രോസസ്സിംഗ് ടൈം 317 ദിവസത്തിൽ നിന്നും 23 വർക്കിംഗ് ഡേയ്സിലോട്ട് താഴ്ത്തിയിരിക്കുകയാണ്. അടുത്തത് സെബി ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ കൊണ്ടുവന്നിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ടിനും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസിനും ഇടയ്ക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് സെബി കൊണ്ടുവന്നിരിക്കുന്നത്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് 10 ലക്ഷമായിരിക്കും ഇത് സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് 1996 അമെൻഡ് ചെയ്ത ശേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൂടെ മിനിമം 1000 രൂപ മുതൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന മ്യൂച്വൽ ഫണ്ടിനും മിനിമം 50 ലാഖിൽ തുടങ്ങുന്ന പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസിനും ഇടയിലുള്ള ഒരു പുതിയ പ്രൊഡക്റ്റായിട്ടാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് MF ലൈറ്റ് ഫ്രെയിം വർക്കാണ്. MF ലൈറ്റിലൂടെ സെബി പാസീവ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള AMCകൾക്ക് വേണമെങ്കിൽ അവരുടെ പാസീവ് ആൻഡ് ആക്റ്റീവ് സ്കീംസ് 2 എൻറ്റിറ്റികളുടെ കീഴിൽ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ കമ്പനികൾക്ക് പാസീവ് സ്കീംസുമായി വീണ്ടും വരാവുന്നതാണ്. ഇതിലൂടെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക എന്നാണ് സെബി ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ കൂടാതെ ഇൻസൈഡർ ട്രേഡിങ്, പിന്നെ നോമീസിൻ്റെ മാക്സിമം എണ്ണത്തിലും, പിന്നെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ബോണ്ട്സ്, സസ്റ്റൈനബിലിറ്റി ലിങ്ക്ഡ് ബോണ്ട്സ് എന്നിവയ്ക്കുമുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നിവയാണ് മറ്റ് പ്രധാനപ്പെട്ട സെബി ബോർഡ് മീറ്റിംഗ് ഔട്ട്കംസ്. ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് തിരിച്ചു വരാം. നിഫ്റ്റി പ്രധാനപ്പെട്ട സപ്പോർട്ടായി 26,000 ബ്രേക്ക് ചെയ്യുകയും അവസാനം 25,810 ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. 26,000 താഴെ ട്രേഡ് ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റ് ടെക്സ്ചർ വോളറ്റൈൽ ആയിരിക്കും, വീക്കുമായിരിക്കും. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുമ്പോൾ 25,700 to 25,600 ആണ് സപ്പോർട്ടായിട്ടുള്ളത്. മുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് 25,850 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 25,900 to 25,935 ഇപ്പോൾ റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ളത്. FII-DII ഡാറ്റ നോക്കുമ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 9,791 കോടിയുടെ സ്റ്റോക്കുകൾ ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6,645.8 കോടിയുടെ സ്റ്റോക്കുകൾ ബൈ ചെയ്തതായിട്ടും കാണാം. ചൈന സാമ്പത്തിക ബൂസ്റ്റ് പാക്കേജാണ് ഈ സെൽ ഓഫിന് കാരണമെന്ന് നമുക്ക് കാണാം. ഇനി ഇന്നത്തെ ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ ഇന്ന് ലൈം ലൈറ്റിലുണ്ടായിരിക്കും. കാരണം ഇന്ന് സെപ്റ്റംബർ പ്രൊഡക്ഷൻ ഡാറ്റ ഇന്ന് ഓട്ടോമോട്ടീവ് കമ്പനികൾ പുറത്തുവിടുകയാണ്. പ്രധാനമായി ടാറ്റ മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ എന്നിവ ഫോക്കസ്ഡ് ആയിരിക്കും. അടുത്തതായി NTPC 25 ഗിഗാവാട്ട്സിന് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റിന് വേണ്ടി രാജസ്ഥാൻ ഗവൺമെൻറ്റുമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചിട്ടുണ്ട്. അടുത്തത് കൽപ്പതാരു പ്രൊജക്ട്സ് ഇൻ്റർനാഷണൽ ആണ്. കൽപ്പതാരു പ്രൊജക്ട്സ് ഇൻ്റർനാഷണൽ 2,241 കോടിയുടെ ഓർഡറുകൾ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഇന്ത്യയിൽ നിന്നും വിദേശത്തുമായി ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 3,500 കോടി QIP വഴി റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഡീൽ സൈസ് 1,750 കോടിയാണ്. ഒരു പക്ഷേ 1,750 കോടി കൂടെ വർദ്ധിച്ച് 3,500 കോടി വരെ കമ്പനി റൈസ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. 57.36 രൂപ പെർ ഷെയറിൽ 61 കോടി ഷെയറുകളാണ് സെല്ല് ചെയ്യാൻ നോക്കുന്നത്. ഇത് ഏകദേശം 8.6% സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അടുത്തത് ടാറ്റ പവർ ആണ്. ടാറ്റ പവർ 1.2 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. രാജസ്ഥാനിലാണിത്. പവർ ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, ഗ്രീൻ ട്രാൻസിഷൻ എന്നിവയിലാണ് നിക്ഷേപിക്കുന്നത്.
അടുത്തത് ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് ആണ്. ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് 9% മുതൽ 12% വരെ അവരുടെ ഷിപ്മെൻറ്റിൻ്റെ ഫീസ് വർദ്ധിപ്പിക്കും ജനുവരി 1 മുതൽ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തത് PC Jewellers ആണ്. PC Jewellers 10:1 സ്റ്റോക്ക് സ്പ്ലിറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പിരമൽ ഫാർമയാണ്. പിരമൽ ഫാർമ സ്റ്റെറൈൽ ഇൻജെക്റ്റബിൾസ് ഫെസിലിറ്റി, കെൻഡക്കിയിലുള്ള സ്റ്റെറൈൽ ഇൻജെക്റ്റബിൾ ഫെസിലിറ്റീസിൻ്റെ എക്സ്പാൻഷൻ പ്ലാൻ, ഇത് 80 മില്യൻ്റെ എക്സ്പാൻഷൻ പ്ലാനാണ്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തത് ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീൽ UK അവരുടെ ബ്ലാസ്റ്റ് ഫർണസ്, UK ടാൽബോട്ട് പോർട്ടിലുള്ള ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഓപ്പറേഷൻ നിർത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇത്രയുമാണ് ഇന്ന് ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ. അടുത്തതായിട്ട് IPO നോക്കാം. IPOയിൽ ഡിഫ്യൂഷൻ എഞ്ചിനീയറിംഗ് 114.49 ടൈംസ് ഫൈനൽ ഡേയിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ന്യൂസ് നോക്കുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. ബിസിനസ് സെൻറ്റിമെൻറ്റ്, രാജ്യത്തിൻ്റെ ബിസിനസ് സെൻറ്റിമെൻറ്റ് അൺചേഞ്ച്ഡ് ആണെന്ന് കണ്ടതുകൊണ്ടാണ് ജപ്പാനീസ് മാർക്കറ്റ് റീബൗണ്ട് ചെയ്തത്. സൗത്ത് കൊറിയ, ഹോങ്കോങ്, മെയിൻലാൻഡ് ചൈന എന്നിവയിലെ ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ പബ്ലിക് ഹോളിഡേയ്സ് കാരണം ക്ലോസ്ഡ് ആണ്. S&P 500 ഡോ ജോൺസും 4.2% അല്ലെങ്കിൽ 0.02% ഹയർ ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 26,016 സൈക്കോളജിക്കൽ സപ്പോർട്ടിന് അല്പം മുകളിലാണെന്ന് കാണാമെങ്കിലും മിഡിൽ ഈസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് എങ്ങനെ ബാധിക്കുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ലെബനനിൽ കരയുദ്ധം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഒരു പക്ഷേ മാർക്കറ്റിനെ ഒരല്പം നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. ഇന്ത്യൻ ADR നോക്കുമ്പോൾ ഇൻഫോസിസ്, ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നിവ നെഗറ്റീവായും വിപ്രോ പോസിറ്റീവാണെന്നും കാണാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.